എൻട്രൻസ് പരിശീലന രംഗത്ത് 38 വർഷത്തെ പാരമ്പര്യമുള്ള പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ ചിട്ടയായ പഠനത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾക്കായി ബെർലിനിലെ വിവിധ പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളിൽ എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നത് ബെർലിനിലെ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഒരു വാഹനത്തിൽ നിന്നും 75ഓളം വാഹനങ്ങളിൽ എത്തി നിൽക്കുന്ന ബെർലിനിന്റെ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനത്തിലേക്ക്. 2002 നമുക്ക് ആദ്യമായി ഒരു ക്വാളിസ് എന്ന വാഹനം സ്ഥാപനത്തിന് വേണ്ടിയിട്ട് മേടിക്കുന്നത്. അതിനുശേഷം സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് വാഹനങ്ങളുടെ എണ്ണവും കൂടി ഏകദേശം ചെറുതും വലുതുമായ വാഹനങ്ങൾ 75 വാഹനങ്ങളോളം നമുക്ക് ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ സ്വന്തമായിട്ടുണ്ട്. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ വിവിധ ക്യാമ്പസുകളിലേക്ക് പ്രൊഫസേഴ്സിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ചെറിയ വാഹനങ്ങളും ട്രാവലറും ഉൾപ്പെടെ 25ഓളം വാഹനങ്ങൾ പ്രൊഫസേഴ്സിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുണ്ട്. അതോടൊപ്പം ഹോസ്റ്റലിൽ നിന്നും ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നതിനും തിരിച്ച് അവരെ സുരക്ഷിതമായി ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനും 35ഓളം വാഹനങ്ങളും ഡ്രൈവേഴ്സും സജ്ജമാണ്. ബ്രില്യൻ ട്രാൻസ്പോർട്ടേഷൻ നല്ല സേഫ് ജേർണി നമുക്ക് ഉണ്ടാവാറ് എപ്പോഴും. അതുമാത്രമല്ല കംഫർട്ടബിളാണ്, പങ്ക്ച്വലാണ്. ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് ഡിലേ ഒന്നും ഇല്ലാതെ ലാഗിങ് ഇല്ലാതെ ഞങ്ങൾ ഇതിനെ കൊണ്ടുവിടുന്നുണ്ട്. നല്ല ഡ്രൈവേഴ്സായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ഇപ്പോൾ റെഫറൻസിന് ഇരിക്കുകയാണെങ്കിലും നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിലും നമ്മൾ കൃത്യം ടൈമിൽ തന്നെ ഹോസ്റ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിലേക്ക് ഫുഡ് കൊണ്ടുപോകുന്നതിന് വേണ്ടി 10ഓളം വാഹനങ്ങൾ നമുക്കിവിടെയുണ്ട്. പിന്നെ വിദ്യാർത്ഥികളുടെ ഹോസ്പിറ്റൽ കേസ് ഉൾപ്പെടെയുള്ള മറ്റ് എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി നൈറ്റ് ഓടുന്നതിന് വേണ്ടി നമുക്ക് 5ഓളം സാരഥീസും നമ്മുടെ ക്യാമ്പസിൽ എപ്പോഴും സജ്ജമാണ്. ഏത് പാതിരാത്രിയിലും എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ബ്രില്യൻറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ പാരൻസിനൊന്നും ഞങ്ങളെപ്പറ്റി പറയാവേണ്ട കാര്യമില്ല. The transport system here is like right on the clock. We have cars and buses for medical emergencies too. So overall the transportation facility is really helpful and they are very punctual too. പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ക്യാമ്പസുകളിൽ അധ്യാപകരെ എത്തിക്കുന്നത് നമ്മുടെ തന്നതായ വാഹനങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ പേപ്പറുകളും എത്തിക്കുന്നതും നമ്മുടെ വാഹനങ്ങളിൽ തന്നെയാണ്. അതിനായി ചെറുതും വലുതുമായ 75ഓളം വാഹനങ്ങൾ നമ്മൾക്ക് നിലവിലുണ്ട്. 2 സൂപ്പർവൈസർമാരുൾപ്പെടെ ഏകദേശം 75ഓളം സാരഥികൾ നമ്മുടെ ക്യാമ്പസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റലുകളിൽ നിന്നും ക്യാമ്പസുകളിലേക്കും ക്യാമ്പസുകളിൽ നിന്ന് ഹോസ്റ്റലുകളിലേക്കും വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് 35ഓളം ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. റഫറൻസിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ വൈകുന്നേരങ്ങളിൽ ഹോസ്റ്റലുകളിൽ എത്തിക്കുന്നതിനും നമ്മളുടെ സാരഥികൾ സജ്ജമായിരിക്കുകയാണ്. റെഫറൻസിനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് 5:30 പോകേണ്ടി വരും. അപ്പോഴൊക്കെ കറക്റ്റായിട്ട് നമ്മളെ ഹോസ്റ്റലിലൊക്കെ എത്തിക്കാറുണ്ട്. ബ്രില്യൻറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല രസമാണ്. കൃത്യസമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ്സിന് മുന്നേ എത്തിക്കാറൊക്കെ ഉണ്ട്. പിന്നെ റെഫറൻസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്.
ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നോവ സ്വന്തമായുള്ളത് നമ്മുടെ മന്ത്രിസഭയിലായിരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിലാണ് ഏറ്റവും കൂടുതൽ ഇന്നോവയുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നോവയുടെ എല്ലാ വേർഷൻസും നമ്മുടെ പക്കലുണ്ട്. നമ്മൾ വാങ്ങുന്ന വണ്ടികൾ അങ്ങനെ വിൽക്കുവാറൊന്നുമില്ല. ടൊയോട്ടയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ എത്ര ദൂരം യാത്ര ചെയ്യാനാണെങ്കിലും ഓടിക്കുവാനാണെങ്കിലും യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകാറില്ല. നമ്മുടെ എല്ലാ വണ്ടികളും വിദ്യാർത്ഥികളെ കൊണ്ടും അധ്യാപകരെ കൊണ്ടും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കുന്നതാണ്. യാതൊരുവിധ കംപ്ലയിൻസും ഇന്നേ വരെ നമ്മുടെ ബ്രില്യൻറ്റിലെ വണ്ടികൾക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ആദ്യം വാങ്ങിയ ക്വാളിസ് 10 ലക്ഷം കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എഞ്ചിൻ മാറ്റി വെച്ചത്. അത് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. ടൊയോറ്റയിൽ നിന്നും ആവശ്യപ്പെട്ട പ്രകാരമാണ് മാറ്റിവെച്ചത്. ഇതാണ് നമ്മുടെ ക്യാമ്പസിലേക്ക് വാങ്ങിയ BMW. ഇത് ദൂരയാത്രകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 2010 ഇത് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ എന്നും രാവിലെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് വരുമ്പോൾ ഈ ബസ്സിലിടുന്ന പാട്ടുകളാണ് ഞങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം നൽകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ നല്ല റിഫ്രഷ് ആയിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ. നമ്മൾ ബസ്സിൽ നല്ല റിലാക്സ് ചെയ്ത് ആണ് പോവാറ്. നല്ല പാട്ടൊക്കെ ആയി നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള ചെറിയ ടെൻഷനുകളൊക്കെ മാറ്റി. നമ്മുടെ ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വണ്ടി നമ്പറെല്ലാം കൂട്ടുമ്പോൾ 9 കിട്ടുന്നത്. അത് നമ്മുടെ ഭാഗ്യ നമ്പറായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ ബ്രില്യനിലെ യാത്രാനുഭവങ്ങളും കുറേ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് 2018 വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് കുട്ടികളെയും കൊണ്ട് ഒരു 3 ബസ് കോഴിക്കോട്ടേക്ക് പോയായിരുന്നു. അത് അവരെ സേഫായിട്ട് കോഴിക്കോട് കൊണ്ട് ഇറക്കിയ ശേഷം ഞങ്ങൾ തിരിച്ച് ചാലക്കുടിയിലെത്തുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വെള്ളം കയറി വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ 4 ദിവസം ഞങ്ങൾ 3 വണ്ടിക്കാർ അവിടെ കുടുങ്ങിക്കിടന്നിരുന്നു. അതിനുശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അവിടുന്ന് റോഡ് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് ബ്രില്യൻറ്റിലെത്താൻ സാധിച്ചത്. അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് യാത്രയിൽ. കോവിഡ് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ സമയങ്ങളിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്നും വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായത്. This transport that has been given to us is very comfortable. കറക്റ്റ് ടൈമിൽ ഹോസ്റ്റലിൽ എത്താനും പോകാനൊക്കെ പറ്റുന്നുണ്ട്. ബസ്സായാലും കാറായാലും ട്രാവലർ ആയാലും എല്ലാത്തിലും പോകാനൊക്കെ നല്ല രസമാണ്. ഇതുവരെ ട്രാൻസ്പോർട്ടിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്.